ഓം ധാരാധരശ്യാമളാംഗം തുരിയാചാപധാരിണം ചിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ചോത്രോത്ത് അമ്പലത്തിൻ്റെ തിരുമുമ്പിലാണ്. നമ്പൂതിരി ഇപ്പോഴും ഞങ്ങൾ പ്രസാദമൊക്കെ തന്നു, നടയടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ചോത്രോത്ത് അമ്പലത്തിൻ്റെ ചരിത്രം തെല്ലിട ഒന്ന് പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭത്തിന് മുതിർന്നത്. അപ്പോൾ ചോത്രോത്ത് അമ്പലത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അത് കോമത്ത് തറവാടിൻ്റെ ചരിത്രമായിരിക്കും. രണ്ടും പരസ്പരം ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിരാതമൂർത്തിയായിരിക്കുന്ന ദേവൻ ഭഗവാൻ ഇവിടെ വാണരുളുന്നു. പക്ഷേ മറ്റു കിരാതമൂർത്തി ക്ഷേത്രങ്ങളിൽ നിന്നും കുറേ വ്യത്യസ്തത ചോത്രോത്ത് അമ്പലത്തിനുണ്ട്. ഇത് പ്രധാനമായത് എന്താണെന്ന് വെച്ചാൽ, മറ്റു കിരാതമൂർത്തി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശൈവമായിട്ടാണ് ആരാധനയെങ്കിൽ ഇവിടെ വൈഷ്ണവമായിട്ടാണെന്ന് പറയപ്പെടുന്നു എന്ന് പറയാനേ എനിക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അതായത് പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത അർജുനനോട് ശിവകിരാതൻ വന്ന് ഏറ്റുമുട്ടി. ഈ അവസരത്തിൽ ആ ശിവകിരാതൻ്റെ പരാക്രമം ശമിപ്പിക്കുവാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മറ്റൊരു കിരാതവേഷം ധരിച്ച് വന്നെന്നും സൗഹൃദഭാവത്തിൽ ശിവകിരാതൻ്റെ ചുരിക ഏറ്റുവാങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. ആ ഒരു ഭാവമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുണ്ടായി. ഇത് പാരമ്പര്യമായിട്ടുള്ള കേട്ടറിവാണ്. മുമ്പ് ഈ ശ്രീകോവിൽ സാളഗ്രാമമൊക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴുണ്ടോ എന്നറിയില്ല. 6 അടി ഉയരമുള്ള ദാരുവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ പൂജ നടത്തുന്നത് മുന്നിലുള്ള ബലിബിംബത്തിനാണ്. കാരണം ദാരുവിഗ്രഹത്തിൽ ജലസ്പർശം പാടില്ലാത്തത് കൊണ്ട് അഭിഷേകാദികളൊന്നും തന്നെ ചെയ്യുവാൻ പറ്റില്ല. അതിനാൽ മുന്നിലിരിക്കുന്ന തിടമ്പ്, ആ ബലിബിംബം, അവിടെയാണ് പൂജയൊക്കെ നടത്തുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 85 മറ്റോ ആണെന്ന് തോന്നുന്നു, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, പക്ഷെ അത് സംരംഭം വിജയിച്ചില്ല പോട്ടെ, എല്ലാ നാട്ടിലുമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു സെൻസസ് നടത്താൻ തീരുമാനിച്ചിരുന്നു. തുറയൂർ പഞ്ചായത്തിലുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചൊരു സെൻസസ് നടത്താനുള്ള ഉത്തരവാദിത്വം കൈവന്നത് ഇരിങ്ങത്തുള്ള എടോത്ത് കുഞ്ഞിരാമൻ നായർ എന്ന വ്യക്തിക്കായിരുന്നു. അദ്ദേഹം സഹായത്തിന് എന്നെയും കൂട്ടി, കാരണം തുറയൂർ പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്നെയും കൂട്ടി ഇവിടെ വന്നു. അന്ന് ഇവിടെ പൂജയ്ക്കുണ്ടായിരുന്നത് മഹാസാത്വികനായ ഒരു കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു. പണ്ഡിതനുമാണ്. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം വായിക്കും, അതേപോലെ ഭാഗവതം വായിക്കും. എന്നോട് വളരെ സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അതിൽ ആ സെൻസസിൻ്റെ കണക്കിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇവിടുത്തെ മൂലമന്ത്രം, ധ്യാനം, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ആ നമ്പൂതിരി എന്നോട് ഇതിൻ്റെ മൂലമന്ത്രം എന്താണ് പറഞ്ഞു തന്നു. പക്ഷേ സാധാരണ അത് പുതുതായി ചാർജ് എടുക്കുന്ന ശാന്തിമാർക്ക്, ചാർജ് ഒഴിയുന്ന ശാന്തിമാർ പറഞ്ഞു കൊടുത്താണ് ആ മൂലമന്ത്രം ഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും വൈഷ്ണവമായിരുന്നു ഇവിടുത്തെ സങ്കല്പം എന്ന് പറയപ്പെടുന്നു. ഒന്നത്. രണ്ടാമത്, ഇവിടെ വന്നുപെട്ടാൽ
മറ്റ് അമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം നാലമ്പലം പോലെ കാണുന്നുണ്ട്. അതേ അവസരത്തിൽ ഇവിടെ ബലിക്കലില്ല. മുന്നിലുള്ളത് അരിത്തറയാണ്. അതായത് തിറ കെട്ടുമ്പോൾ അവർക്ക് ആടാനുള്ള, അവർക്ക് അവരുടേതായ ഉപചാരങ്ങൾ ചെയ്യുവാനുള്ള സ്ഥാനം. അരിത്തറയാണ് മുന്നിലുള്ളത്, ബലിക്കലില്ല. പിന്നെയുള്ളത് പാട്ടുപുരയും ശ്രീകോവിലുമാണ്. അതിനും പുറമെ നാലമ്പലം പോലെ കാണുന്നുണ്ടെങ്കിൽ ഇത് നാലമ്പലമല്ല. വാസ്തവത്തിൽ അഗ്രഹാരം എന്നാണ് പറഞ്ഞിരുന്നത്. നാലമ്പലത്തിൻ്റെ കണക്കിലല്ല ഇതുള്ളത്. അഗ്രഹാരം എന്ന വാക്ക് സാധാരണ പരദേശി ബ്രാഹ്മണന്മാരുടെ ഭവനങ്ങൾക്കാണ് കൊടുക്കാറുള്ളതെങ്കിലും ഇതിന് അന്ന് പറഞ്ഞു വന്ന പേര് അഗ്രഹാരമെന്നാണ്. ഇത് ചില പ്രത്യേക ഉദ്ദേശമുള്ള അന്നത്തെ സ്ഥാനികന്മാർക്കൊക്കെ വന്നിരിക്കുവാനും ഉത്സവം കാണുവാനും ഒക്കെയുള്ളൊരാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഈ അഗ്രഹാരം. അല്ലാതെ ഇത് നാലമ്പലമല്ല. കഴിഞ്ഞ ദിവസം ഒരു ശില്പി ഇവിടെ വന്നപ്പോൾ, തിരുനാവായുള്ള ഷൺമുഖൻ എന്നു പേരെ ശില്പി ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? സാധാരണ ശ്രീകോവിലിനേക്കാളും ഉയരം കുറഞ്ഞിട്ടാണ് നാലമ്പലം ഉണ്ടാവുക. ഇവിടെ ശ്രീകോവിലിനേക്കാളും ഉയരം ഇതിനുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് നാലമ്പലമല്ല, ഇത് അഗ്രഹാരമാണെന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെയുള്ളത് വനശാസ്താവും ഗണപതിയുമാണ് തെക്ക് ഭാഗത്തുള്ളത്. അതായത് പ്രഭ എന്ന ഭാര്യയോടും സാത്വികൻ എന്ന മകനോടും കൂടി ഇരിക്കുന്ന വനശാസ്താവ്. പ്രഭാ സാത്വിക സ്പായത് പാർശ്വയുഗം എന്നാണ് ധ്യാനം. അതാണ് 3 കല്ല് അവിടെ കാണുന്നത്. പിന്നീട് ഗണപതിയുമുണ്ട്. അത് വനശാസ്താവായതുകൊണ്ട് മേൽക്കൂര പാടില്ല, മഴയും വെയിലും ഏറ്റിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. ഇനി ഈ ഭഗവാൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള ചിന്തിക്കേണ്ടത്. ഏതോ ഒരു കാലത്ത്, ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിലായിരിക്കണമെന്ന് തോന്നുന്നു, ബേപ്പൂർ കോവിലകത്തിൻ്റെ പരിസരത്ത്, അതായത് സാമൂതിരിയുടെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നൊരു വിഭാഗമുണ്ട്. മേനോക്കിമാരെന്ന് പറയും അവരെ. ആ മേൽനോട്ടം വഹിക്കുന്ന, ആ സൈനിക കാര്യത്തിലും ഭരണകാര്യത്തിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നവരാണ്, സാമ്പത്തിക കാര്യത്തിലുമൊക്കെ തന്നെ. മേനോക്കിമാരിൽ ഒരു തറവാട് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കാവുതേരി ചേന്ദ്ര വീട്ടിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഇത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. കാരണം ഇതൊക്കെ ഐതിഹ്യങ്ങളിൽപ്പെട്ടതാണ്. ഐതിഹ്യങ്ങളും അതേപോലെ ചില സങ്കല്പങ്ങളും കൽപ്പനകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ അച്ഛൻ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് കോമത്തെ സ്വത്തിൻ്റെ അടിയാധാരം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ എഴുതിയത് കോമത്ത് താമസിക്കും കാവുതേരി ചേന്ദ്ര വീട്ടിൽ കുഞ്ഞുണ്ണി നായർ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പഴയ ഫയലൊക്കെ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് എന്തോ ചില കുടുംബ ക്ഷുദ്രത കാരണമോ മറ്റോ എന്തോന്നറിയില്ല, ഒരമ്മയും മകളും ഇങ്ങോട്ട് യാത്ര തിരിച്ചു. അവർക്ക് എടുക്കാനാവുന്ന സ്വർണ്ണമൊക്കെ എടുത്തു. അങ്ങനെ യാത്ര തിരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് അംഗരക്ഷകനായി ഒരു പുലയനെയും കിട്ടിയിരുന്നു. ആ പുലയൻ തേവർവളനാണെന്നാണ് പറയപ്പെടുന്നത്. ആ തേവർവളനും തച്ചോളിയോദയനുമൊക്കെ സമകാലികരായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ടെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ഇവിടെ അന്ന് പ്രഗത്ഭമായ തറവാട് കിഴക്കാനത്തുമ്മിലായിരുന്നു. കിഴക്കാനത്തുമ്മൾ, അതായത് പയ്യോളി ഇടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളത്. ഈ പ്രദേശം മുഴുവനും അവിഞ്ഞാട്ട് നായരുടെ വാഴ്ചയിൽപ്പെട്ടതായിരുന്നു.
അങ്ങനെ കിഴക്കാനത്തുമ്മൽ ഉള്ള ആൾക്കാരോട് സ്വർണം കൊടുത്ത് വാങ്ങിച്ചതാണ് കോമത്ത് പറമ്പ്. അങ്ങനെ കോമത്ത് പറമ്പിൽ അവർ താമസമാക്കുകയും പിന്നീട് കുറേ പറമ്പുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. മറ്റൊരു പറമ്പാണ് കേളോത്ത്. പക്ഷേ ഇവർക്ക് അമ്മയും മകളും അല്ലാതെ മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടിയില്ല ഇവിടുന്ന്. കാരണം കോരപ്പുഴയ്ക്ക് അപ്പുറം ഭ്രഷ്ടാണ്. ഇവിടുത്തെ ആൾക്കാർ കോരപ്പുഴയ്ക്ക് അപ്പുറം പോകാൻ പാടില്ല എന്നാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് കോരപ്പുഴയ്ക്ക് അപ്പുറത്തു നിന്ന് വന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുത്തെ മറ്റൊരു പ്രഗത്ഭ തറവാടാണ് കൈതക്കൽ. അതായത് കോയപ്പള്ളി തറവാടിൻ്റെ മൂലസ്ഥൂലം. കൈതക്കൽ തറവാടിൻ്റെ താവഴി തറവാടാണ് കോയപ്പള്ളി. കൈതക്കൽ തറവാടിലെ കാരണവറുമായിട്ട് ബന്ധപ്പെട്ട് കാരണവർ ഇവരുടെ ആസ്തി മനസ്സിലാക്കി, ഇവരുടെ കൈവശമുള്ള സ്വർണവും അതുപോലെ ആസ്തിയെല്ലാം മനസ്സിലാക്കി കൈതക്കൽ തറവാട്ടിൽ നിന്ന് ഒരാളെ ആ സ്ത്രീക്ക് ഭർത്താവായി നിശ്ചയിച്ചു. അതിൽ 9 ആൺകുട്ടികളും പെൺകുട്ടികൾ എത്ര ഉണ്ടെന്ന് അറിയില്ല, അല്ല 9 ആൺകുട്ടികളുണ്ടായി. ആ 9 ആൺകുട്ടികളും വളരെ വലിയ പടവീരന്മാരായിരുന്നു. അവർ ഈ അംശം മുഴുവനും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി കോമത്ത് തറവാടിൻ്റേതാക്കി മാറ്റി. ഇന്ന് കോമത്ത് തറവാടിൻ്റെ തെക്കിനിയിൽ 9 പീഠം വെച്ച് ആരാധിക്കുന്നുണ്ട്. അത് ഈ 9 കാരണവന്മാരെയാണ്. അപ്പോൾ ആ സ്ത്രീകൾ ഇവിടേക്ക് വന്നപ്പോൾ അവരുടെ കുലപരദേവതയായ വേട്ടയ്ക്കൊരു മകനും കൂടെ വന്നുവെന്നും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി വന്നുവെന്നും തൽക്കാലം ആ വേട്ടയ്ക്കൊരു മകനെ കേളോത്ത് കുടിയിരുത്തുകയും കേളോത്ത് തെക്കിനിപ്പുരയിൽ കുടിയിരുത്തുകയും പിന്നീട് ഇതിന് പറ്റിയൊരു ഭൂമി കണ്ടെത്തി ചോത്രോത്ത് അമ്പലമുണ്ടാക്കി പരിപാലിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കോമത്ത് തറവാടും ചോത്രോത്ത് അമ്പലവുമായുള്ള ബന്ധം പറയുവാനുള്ളത്. പിന്നീട് കോമത്ത് തറവാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിശ്വസനീയമായ ചില വസ്തുതകൾ കൂടി കടന്നു വന്നേക്കാം. കാരണം ഐതിഹ്യങ്ങളാണ്, നമുക്കതിനെ ആ നിലയ്ക്ക് മാത്രമേ കാണുവാൻ പറ്റൂ. അപ്പോൾ ഒരു ദിവസം സാമൂതിരി രാജാവ് ഇവിടേക്ക് എഴുന്നള്ളിയപ്പോൾ, അതായത് കോമത്ത് തറവാടിലെ കാരണവരുടെ അഭ്യർത്ഥന മാനിച്ച് സാമൂതിരി രാജാവ് എഴുന്നള്ളി. പക്ഷേ അകലാപ്പുഴ കടവത്ത് ഇങ്ങോട്ട് നടന്നു വരേണ്ടി വന്നു, അല്ലെങ്കിൽ നടന്നോ പല്ലക്കിലോ എങ്ങനെ ആയിരിക്കാം. പക്ഷേ ഏതായിരുന്നാലും ഇങ്ങോട്ട് വഴിയില്ല. അപ്പോൾ അന്ന് രാമൻ നായർ എന്ന പേരായി കാരണവരായിരുന്നു പറയുന്നത്. സാമൂതിരി പറഞ്ഞു, നടക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു. ശരി, അടുത്ത വർഷം ഇങ്ങോട്ട് വരണം, അതിൻ്റെ താഴെ വരെ തോണിയെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോമത്ത് തറവാട് ആ കാരണവരുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണത്രേ അകലാപ്പുഴയും കോട്ടപ്പുഴയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ തോട്, പയ്യോളിത്തോട്. അതിപ്പം കനോലി കനാലിൻ്റെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും ഈ തോട് അങ്ങനെ ഉണ്ടാക്കിയാണ് പറയുന്നത്. അപ്പോൾ സാമൂതിരിയുമായിട്ട് നികടബന്ധം ഇവിടുത്തെ കാരണവന്മാർക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ചെക്കോട്ടി നായർ, കുഞ്ഞുണ്ണി നായർ എന്നീ 2 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു കാരണവന്മാർ. ചെക്കോട്ടി നായർ വലിയ മന്ത്രവാദിയായിരുന്നു, വിഷവൈദ്യനൊക്കെയായിരുന്നു. ഒരു ദിവസം സാമൂതിരിയുടെ മാങ്കാവ് കോവിലകത്ത് വലിയ
ഒരു സർപ്പബാധ ഉണ്ടായിത്തീരുകയും ആ സർപ്പത്തെ അവിടെ നിന്ന് മാറ്റുവാൻ അവിടുത്തെ വിഷവൈദ്യന്മാർക്കോ മന്ത്രവാദികൾക്കോ സാധിച്ചില്ല. ഈ അവസരത്തിൽ ആരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പയ്യോളി കോമത്ത് ഒരു ചെക്കോട്ടി നായരുണ്ട്, ആ ചെക്കോട്ടി നായർ വിചാരിച്ച് നടക്കുമെന്ന് പറയാൻ. അങ്ങനെ ചെക്കോട്ടി നായരെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും ആ സർപ്പബാധ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ഉടനെ ചോദിച്ചു, ഞങ്ങൾ എന്താണ് അങ്ങേക്ക് അതിന് വേണ്ടിയുള്ള പാരിതോഷികം തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പണവും മറ്റു ദ്രവ്യങ്ങളും ഒന്നും വേണ്ട. ഇവിടെ മാത്രം നടത്തുന്നൊരു കളിയുണ്ട്, അത് കൃഷ്ണനാട്ടം കളി, അത് എൻ്റെ തറവാട്ടിൽ കൂടി അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരിക്ക് മനസ്സിന് പ്രയാസമായി. കാരണം ഇത് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമാണ് ഈ കൃഷ്ണനാട്ടം കളി നടത്താറുള്ളൂ, മറ്റൊരിടത്ത് നടത്താറില്ല. അപ്പോൾ അത് ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത്രയും യോഗ്യതയുണ്ടോ? ഉടനെ മന്ത്രിയോട് അന്വേഷിച്ചു. മന്ത്രി ഒരു ഫോർമുല കണ്ടെത്തി. അതെന്താണെന്ന് വെച്ചാൽ, ഈ ചെക്കോട്ടി നായരോട് പറഞ്ഞു, ശരി അനുവദിക്കാം, പക്ഷേ 108 ഒരേ നിറത്തിലുള്ള പശുക്കളും അതേ നിറത്തിലുള്ള കുട്ടികളെയും ഇന്ന ദിവസം ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്തോ ഒരു യാഗമോ മറ്റോ നടക്കുന്നുണ്ട്, ആ സമയത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു. അത് പശുക്കളും കുട്ടിയും ഒരേ നിറമായിരിക്കണം, അത് 108 എണ്ണം വേണം. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അതേ ദിവസം ചെക്കോട്ടി നായർ 108 പശുക്കളെയും കുട്ടികളെയും അവിടെ എത്തിച്ചു. അങ്ങനെയാണ് ഇവിടേക്ക് കോമത്ത് തറവാടിലെ ഒരു കൃഷ്ണനാട്ടം കളി അനുവദിക്കുകയും അതിലൊരു കളി സേവയായിട്ട് ചോത്രത്ത് ചെയ്യണമെന്ന ധാരണ ഉണ്ടാവുകയും ചെയ്തു. ചോത്രത്ത് ഭഗവാന്റെ മുമ്പിൽ ഒരു കളി അവരുടെ സേവയാണ്, അത് സൗജന്യമാണ്, അതിന് പ്രതിഫലം വാങ്ങാൻ പറ്റില്ല, സേവയായി ചെയ്യണമെന്ന് പറഞ്ഞു. തന്നെയുമല്ല, കോമത്ത് തറവാട്ടിൽപ്പെട്ടവർ എവിടെയൊക്കെ താമസിക്കുന്നോ, ഒരു ചെറ്റപ്പുരയിൽ താമസിച്ചാലും ശരി, അവിടെയൊക്കെ ആവശ്യപ്പെട്ടാൽ ഈ കളി നടത്തിക്കൊടുക്കണമെന്നും ധാരണയുണ്ടായി. ആ ചെക്കോട്ടി നായർ പിന്നീട് കുഞ്ഞുണ്ണി നായർ വളരെ പ്രഗത്ഭനായിരുന്നു. ഇവർ രണ്ടുപേരെയും ഇവിടെയും സങ്കല്പം നടത്തിയിരിക്കുന്നത് ഇളമന എന്നു പേര് താവഴിയിലാണ്, ആ പുരയിലാണുള്ളത്. ആ 4 കെട്ടിനുള്ളിലായിരുന്നു ഉള്ളത്. ആ ഇളമനയ്ക്കും ഒരു പ്രത്യേക ചരിത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കോമത്ത് തറവാട് വളരെയേറെ പ്രസിദ്ധമായി പ്രഗത്ഭമായി പ്രതാപം ഉൾക്കൊണ്ടു. ഈ അവസരത്തിൽ തറവാട്ടിലുള്ള ആൾക്കാർക്ക് കളരി അഭ്യസിപ്പിക്കാൻ വേണ്ടി ഒഞ്ചിയത്ത് നിന്നൊരു ഗുരുക്കളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അമ്പുകുളങ്ങര എന്ന പറമ്പിൽ അവർ കളരി സ്ഥാപിച്ചു. അപ്പോൾ പൗർണമിയായ ദിവസം ഈ ഒഞ്ചിയം ഗുരുക്കൾക്ക് ഒരു മനസ്സിന് ഒരു മ്ലാനത വന്നു. അപ്പോൾ കാരണം അവർ ചോദിച്ചു, എന്താണിങ്ങനെ ഒരു മ്ലാനത മനസ്സിന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ പൗർണമിക്കും ഞാൻ പൂജ നടത്താറുണ്ടായിരുന്നു, ശാക്തയെ പൂജ നടത്താറുണ്ടായിരുന്നു, ഇവിടെ എവിടെയാണ് നടത്തുക എന്ന് ചോദിച്ചു. ശരി, ഒരു കാര്യം ചെയ്തോളൂ, ഇളവന പടിഞ്ഞാറ്റേക്ക് നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇളവന വീട് എന്ന് പറഞ്ഞാൽ ഇവർ നമ്പൂതിരിമാരോട് വാങ്ങിച്ചതാണ്. നമ്പൂതിരിമാർ അവിടെ നിന്ന് നാട് വിട്ടുപോയതാണ്. പക്ഷേ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം കൊണ്ട് ആർക്കും തന്നെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ല. അങ്ങനെ വളരെ കാലം അടച്ചിട്ടതായിരുന്നു. ഈ അവസരത്തിലാണ് ഒഞ്ചിയം ഗുരുക്കളോട് പറഞ്ഞു, അവിടുത്തെ പടിഞ്ഞാറ്റയിൽ നിങ്ങൾ ശാക്തയം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒഞ്ചിയം ഗുരുക്കൾ ഇളമന തറവാട്ടിൽ പത്മമിട്ട് ശാക്തയം നടത്തി. പക്ഷേ ആ ശാക്തയത്തിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, അത് നടന്നു വരുന്ന കാലം വരെ, ഇപ്പോൾ കുറേ കാലം 100 വർഷത്തിലേറെ നിന്ന് പോയിട്ട്, അത് നടന്നു വന്ന കാലം വരെയും അതിൻ്റെ ബാധ്യത വഹിച്ചത് ഒഞ്ചിയം ഗുരുക്കളുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. വീട്ടുകാർക്ക് വലിയ ബാധ്യതയൊന്നുമില്ലായിരുന്നു. അത് ഒരു വീട്ടുകാർ അവൽ കൊണ്ടുവരും, മറ്റൊരു വീട്ടുകാർ മലര് കൊണ്ടുവരും,
പുഷ്പങ്ങൾ, കോഴി, കള്ള് എന്ന് വേണ്ട പൂജയ്ക്ക് വേണ്ട എല്ലാ ദ്രവ്യങ്ങളും ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആൾക്കാരായിരുന്നു എത്തിച്ചിരുന്നത്. അതുകൊണ്ട് വീട്ടുകാരൊന്നും അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ശാക്തേയം നടത്തുകയും ആ ശാക്തേയം തുടങ്ങിയതോടുകൂടി ആ തറവാടിനെ ബാധിച്ച ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം ഇല്ലാതായി തീരുകയും ചെയ്തു. പിന്നീട് ഇവരെ പ്രതാപം വളരെയേറെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ആ ചെക്കോട്ടി നായർ, കുഞ്ഞുണ്ണി നായർ, അവരിൽ ഒരാളാണ് ഇവിടുത്തെ ഈ ദീപസ്തംഭം കൊടുത്തിരിക്കുന്നത്. അത് ദീപസ്തംഭത്തിൽ പേരുണ്ട്. അവരെ സങ്കല്പിച്ചിരിക്കുന്നത് ഇളമനെയാണ്. അപ്പോൾ പിന്നീട് ആൾക്കാർക്ക് അവിടെ താമസിക്കുവാനായി ഇടയായി. അങ്ങനെയാണ് ഇളവനത്താവഴി എന്ന താവഴി ഉണ്ടായത്. അതിൽ അന്ന് ബ്രിട്ടീഷുകാർ അംശാധികാരി സ്ഥാനം കോമത്ത് തറവാട് നൽകിയിരുന്നു. അത് ഏറ്റെടുത്തത് അധികവും ഇളമന തറവാട്ടുകാരായിരുന്നു. പിന്നീടുള്ളത്, അതായത് കോമത്ത് തറവാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 അമ്പലങ്ങളുണ്ട്. ഒന്ന് ചോത്രോത്ത്, മറ്റൊന്ന് ഇരിങ്ങൽക്കോട്ട, പിന്നീട് ചാത്തമ്പറമ്പത്ത്, പിന്നെ ഈ പാറക്കൂ എന്ന് പറഞ്ഞ ആ ഇവരുടെ ഇവിടെ സഹായത്തിന് വന്ന പുലയനെ സങ്കല്പിച്ച സ്ഥലം, അത് പാറക്കൂല്. ഇങ്ങനെ 4 അമ്പലങ്ങൾ ഇവിടെ ഇവർക്കുണ്ട്. അതിൽ 4 താവഴികൾ, ഒരു താവഴി ഇളവനെയാണ്, ഒന്ന് കൊറ്റൂനിയാണ്, പിന്നെ ഒന്ന് മാതാപ്പള്ളിയാണ്, പിന്നീട് ചാത്തമ്പറമ്പത്ത്. 4 താവഴികൾ വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. പിന്നെ ഇരിങ്ങൽ അയനിക്കാടൊരു താവഴി ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത് പക്ഷേ എങ്കിലും അവരത്രമാത്രം അറിയപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അറിയപ്പെട്ടത് ഈ 4 താവഴികളാണ്: കൊറ്റൂനി, മാതാപ്പള്ളി, ഇളവന, ചാത്തമ്പറമ്പത്ത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കോമത്ത് വെച്ചൊരു പ്രശ്നം നടത്തി. ഈ വാഴൂർ പണിക്കരാണ് വന്നത്. പ്രശ്നം നടത്തിയപ്പോൾ അവിടെ ദേവചൈതന്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ പറഞ്ഞത്രേ, ഏതോ ഒരു ശനി ഉണ്ട്, അത് തെളിയുന്നില്ല ഏതാണെന്നുള്ളത്. അങ്ങനെ കുറേ ചിന്തിച്ചപ്പോൾ ഇത് ജന്മശനിയാണല്ലോ എന്ന് പറഞ്ഞു. ഏതാണ് ജന്മശനി? ഇവിടെ ജനിച്ച ശനിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അത് കുട്ടിച്ചാത്തനാണെന്ന്. അതായത് ചാത്തമ്പറമ്പത്ത് കുട്ടിച്ചാത്തൻ. അതായത് ഒരു കോമത്ത് ഒരു സ്ത്രീക്ക് ജനിച്ചതാണെന്നും ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിച്ചാത്തൻ കാഞ്ഞിരമരത്തിലേക്ക് കയറിപ്പോയി എന്നുമാണ് ഐതിഹ്യം. അങ്ങനെ ആ ചാത്തമ്പറമ്പത്തെ കാഞ്ഞിരത്തമ്മിലാണ് ആ സങ്കല്പമുള്ളത്. അതായത് കോമത്തെ ഒരു സ്ത്രീയെ ചാത്തമ്പറമ്പത്തേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെയാണ് അവിടെ നിന്നാണ് ആ സ്ത്രീ പ്രസവിച്ചപ്പോൾ ഉടനെ അത് കുട്ടിച്ചാത്തനായിരുന്നെന്നും ആ കുട്ടിച്ചാത്തൻ കാഞ്ഞിരമരത്തിലേക്ക് കയറിപ്പോയെന്നും അങ്ങനെ ആ കാഞ്ഞിരമരത്തിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാധനയൊന്നും അവിടെ നടന്നില്ല. വിളക്ക് വെക്കും മാത്രമേ നടന്നിരുന്നുള്ളൂ. അടുത്ത കാലത്ത് ഒരു 100-150 വർഷത്തിന് ഉള്ളിൽ ഉള്ള സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരിങ്ങത്ത് പുതുക്കുടി തറവാട്ടിൽപ്പെട്ട നമ്പ്യാന്മാരുടെ തറവാടാണ്. ഒരു കുഞ്ഞിമാധവി അമ്മ. ആ കുഞ്ഞിമാധവി അമ്മയെ അവർ വലിയ കുന്നത്താർ താമസിച്ചിരുന്നത്. അവർ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്. അപ്പോൾ വലിയ കുന്നത്ത് ആണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ആ കുഞ്ഞിമാധവി അമ്മയെ ചാത്തമ്പറമ്പത്ത് കേളപ്പൻ നായർ വിവാഹം ചെയ്യുകയും അവിടെ അവർ ഗർഭിണിയായി തീർന്നു. അവിടെ വെച്ച് ബലിക്കള നടത്തി. അത് ബലിക്കള എന്ന് മലയന്മാർ നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് ബലിക്കള, തീയാട്ട്, എണ്ണമന്ത്രം തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബലിക്കള നടത്തുമ്പോൾ മൂർത്തികളെ കെട്ടിയാടും. ഭൈരവൻ, കണ്ടാകർണൻ,
ചാമുണ്ടി, കുട്ടിച്ചാത്തൻ, ഗുളിയൻ എന്നിങ്ങനെ പഞ്ചമൂർത്തികളെ കെട്ടിയിടാറുണ്ട്. അതിൽ കുട്ടിച്ചാത്തൻ്റെ കോലം കെട്ടിയപ്പോൾ അവിടെ എല്ലാവർക്കും വിറച്ചു. ഒരാൾക്ക് നിയോഗമുണ്ടായി പറഞ്ഞത്രേ, ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്, അതുകൊണ്ട് ആണ്ടോടാണ്ട് കൂടുന്ന കാലത്ത് എനിക്കെൻ്റെ കോലം കാണണം. അങ്ങനെയാണ് ചാത്തമ്പറമ്പത്ത് ഉത്സവം ഉണ്ടായത്. അങ്ങനെ അവിടെ പ്രതിഷ്ഠ നടത്തി അമ്പലമുണ്ടാക്കി അവിടെ ഉത്സവം ആരംഭിച്ചു. ഇപ്പോൾ അടുത്ത ആ അമ്പലം വളരെയേറെ ജീർണാവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ പാരമ്പര്യാവകാശത്തിൽപ്പെട്ട ആൾക്കാർ, നാട്ടുകാരും, ഇളമനക്കണ്ടി കുടുംബങ്ങൾ, ഇളമനക്കണ്ടി അപ്പുക്കുട്ടി നമ്പ്യാരുടെ മരുമകൻ ബാലകൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയ ആൾക്കാർ മുൻകൈയെടുത്ത് അമ്പലം നവീകരിക്കുകയും, അങ്ങനെ അമ്പലം നവീകരിച്ചപ്പോൾ നല്ല സ്ഥിതിയിലാണുള്ളത്. അതേപോലെ തന്നെ അവിടെ ഒരു കുഞ്ഞിക്കണാരൻ നായരുണ്ട്. അയാളും കോമത്ത് തറവാട്ടിൻ്റെ ഒരു സന്തതിയാണ്. അവിടെ കുട്ടിച്ചാത്തൻ്റെ നിയോഗം പലപ്പോഴും ആ കുഞ്ഞിക്കണാരൻ നായർക്കാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദൈവ സന്നിധാനമാണ് ചാത്തമ്പറമ്പത്ത്. ആ ചാത്തമ്പറമ്പത്തിനെക്കുറിച്ച് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരു പക്ഷേ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഐതിഹ്യങ്ങൾ ധാരാളമുണ്ട്. അതായത് ഒരിക്കൽ അവിടെ ഈ ശബരിമല തീർത്ഥാടകന്മാരുടെ ഭജന നടത്തിയെന്നാണ്. ഭജന നടത്തിയപ്പോൾ എന്ത് ചെയ്തു, അവർ ഭജനയോടുകൂടി കുട്ടിച്ചാത്തന് വെള്ളാട്ടം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭജന കുറേ നീണ്ടുപോയി. അപ്പോൾ വെള്ളാട്ട് ആദ്യം നടത്താം, അതിനുശേഷം ഭജന ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളാട്ട് കുറേ നീണ്ടുപോയി. സമയം കഴിഞ്ഞിട്ടും അത് അവസാനിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഇത് അനുഭവസ്ഥന്മാർ പറയുന്ന കാര്യമാണ്. പിന്നീട് അവിടെ മുജുകുന്ന് ഉണ്ണീഷ് നമ്പൂരി വന്ന് പ്രശ്നം വെച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെള്ളാട്ട് തീരണ്ട, നമുക്ക് ഭജന നടത്താൻ തുടങ്ങി. അവർ ഭജനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭജന തുടങ്ങിയ ഉടനെ തന്നെ വലിയ കാറ്റും മഴയും ഉണ്ടായി. ആ ഭജനയ്ക്കുള്ള പന്തലൊക്കെ കാറ്റത്ത് നഷ്ടമായി തീർന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ മഴവെള്ളമായി. ഇങ്ങനൊരു അവസ്ഥയുണ്ടായി. പക്ഷേ ഈ മഴയും കാറ്റുമാവട്ടെ ആ ചാത്തമ്പറമ്പത്ത് കുന്നും പുറത്തല്ലാതെ കീഴരിയൂരിലെ മറ്റൊരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ എൻ്റെ കാര്യം മാത്രം നടത്തിയാൽ മതി, മറ്റൊരു കാര്യവും നടത്തേണ്ട ആവശ്യമില്ലെന്ന്. ഉണ്ണീഷ് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ ഈ കാര്യം തെളിയുകയും പിന്നെ ദോഷം വന്നതുകൊണ്ട് അയ്യപ്പനൊരു പരിഹാരം ചെയ്യണമെന്ന് വിധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പൻ്റെ മുഷിപ്പുണ്ട്, അതുകൊണ്ട് പരിഹാരം ചെയ്യണമെന്ന് ഒരു വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കുട്ടിച്ചാത്തനെ ചുറ്റിപ്പറ്റി പറയാനുണ്ട്. അവിടെ ഒരാൾ വീട്ടിൽ കൂടാൻ നിശ്ചയിച്ചു, ബിരിയാണി വെച്ചു എന്നും ആ ബിരിയാണി വെച്ചപ്പോൾ ബിരിയാണി മുഴുവനും പിന്നെ തിന്നാൻ കൊള്ളാത്തതായി തീർന്നെന്നും ഒക്കെ എല്ലാം ഉള്ള ഐതിഹ്യമുണ്ട്, പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഒരുപാട് ഐതിഹ്യങ്ങൾ പൊലിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്, ആ ഒരു ചൈതന്യ തുടിപ്പുള്ള സ്ഥലമാണ് ചാത്തമ്പറമ്പത്ത്. പിന്നീടുള്ള സന്നിധാനം ഇരിങ്ങൽക്കോട്ടയാണ്. അത് സാമൂതിരിയുടെ നാവികസേനയുടെ അധിപൻ കുഞ്ഞാലി മരിക്കാറാണ്. ആ നാവികസേനയെ അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അതിനൊരു മേനോക്കിമാരെയാണ് ചുമതലപ്പെടുത്തുക. അപ്പോൾ ഇവിടെ മേനോക്കിമാരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, കോമത്തെ കൊറ്റൂനി താവഴിയിൽപ്പെട്ട ഒരു കുടുംബത്തെ ഏൽപ്പിച്ചു. അവരെ ഇരിങ്ങലേക്ക് മാറ്റി പാർപ്പിച്ചു. അങ്ങനെ അവർ പിന്നെ അവിടുത്തെ അധികാരിയും ഒക്കെ ആയി തീർന്നു. ഇരിങ്ങൽ അധികാരി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയി തീർന്നു. അങ്ങനെ
അവിടെ പൗരാണികമായി ഉണ്ടായിരുന്ന ഇരിങ്ങൽ കോട്ട, അതിൻ്റെ ആധിപത്യവും ഇവർക്ക് കൈവശം വന്നുയർന്നു. അങ്ങനെ കൊച്ചൂനി താവഴിയിൽപ്പെട്ട ആൾക്കാർ ആ നാവികസേനയുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നതാണ്. അങ്ങനെയാണ് ഇരിങ്ങൽ കോട്ടയും ഇവിടെ ആധിപത്യം ഉണ്ടായിത്തീർന്നത്. അതുകൊണ്ട് ഇരിങ്ങൽ കോട്ടയിലെ ഭഗവാനും കോമത്തെ കുടുംബ പരദേവതയായി മാറി. പിന്നീട് അതും എന്താണ്, കിരാതമൂർത്തിയാണ്. അത് ശൈവ കിരാതം തന്നെയാണത് ആ ഇരിങ്ങൽ കോട്ടയിലുള്ളത്. അത് മറ്റൊരു ഐതിഹ്യം. പിന്നീടുള്ളത് അത് ഐതിഹ്യമല്ല, വാസ്തവത്തിൽ ഇതൊരു ചരിത്രം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കുഞ്ഞാലിമരയ്ക്കാർ നാവികസേനയെ നിരീക്ഷിക്കാൻ വേണ്ടി, മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയാണ് കോമത്തുനിന്ന് ആൾക്കാർ കൊണ്ടുപോയത്. അത് ചരിത്രം തന്നെയാണത്. പിന്നീടുള്ളത് പാറക്കൂൽ അമ്പലമാണ്. അത് ഈ തേവറവള്ളൻ, അതായത് ഇവർക്ക് സഹായിയായി നിന്ന തേവറവള്ളൻ, നമ്മുടെ ഭാഷയിൽ കൂളി എന്ന് പറയും, അത് സങ്കല്പിച്ചു. അങ്ങനെ നിരവധി കാലം അവിടെ ആരാധന അവിടെ നടത്തി വന്നു. ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഒരു ജീർണോദ്ധാരണം നടത്തി അവിടെ ഒരു ഭഗവതിയെയും ഒരു ഗുരുസങ്കല്പമായിട്ട് ഈ തേവറവള്ളനെ അവിടെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഒരു പുലയ വിഭാഗത്തിൻ്റെ മാത്രം ക്ഷേത്രമാവാതെ ഇന്ന് എല്ലാവരും അവിടെ ദർശനം നടത്തുന്നുണ്ട്, എല്ലാവരും അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുവേണം പറയാൻ. മുമ്പ് കാലത്ത് കുന്നം വയലിലൊക്കെ ഈ ചിലമ്പൊലി കേൾക്കാറുണ്ടായിരുന്നൊക്കെ പറയുന്നത്, അതും ഒരു മിത്താണ്. അതെൻ്റെ ഒരു ഇളയമ കക്കോടിയുണ്ട്, മീനാക്ഷിയമ്മ എന്ന് പറയും. ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, കുന്നം വയലിൽ കൂടെ നടക്കുന്ന അവസരത്തിൽ കൂളിയുടെ ചിലമ്പൊലി കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർ മരിച്ചുപോയി, ശരി. അപ്പോൾ അതും എന്താണ്, ഒരു ഐതിഹ്യമാണ്. ആ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ തറയ്ക്ക് കോമത്ത് തറവാട്ടിലേക്ക് വരികയും കോമത്ത് തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിലവിളക്കോടുകൂടി സ്വീകരിക്കുകയും വസ്ത്രവും ദക്ഷിണയും നെല്ലും കൊടുത്ത് പറഞ്ഞേക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ കോമത്ത് തറവാടിൻ്റെ ഐതിഹ്യവും ചരിത്രവുമൊക്കെ തന്നെ, അതിൻ്റെ മഹത്വവും പ്രതാപവും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്ന ചില സംഗതികൾ. അപ്പം അത് ഇന്നും അവിടെ ഈ ആചാരം, അത് കോമത്ത് തറവാട്ടിൽ എല്ലാ വർഷവും തുലാപ്പത്തിന് ഗുരുകാരണവന്മാർക്കുള്ള കലശം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ചോത്രോത്ത് അമ്പലം ഒരു നവീകരണത്തിൻ്റെ പാതയിലാണ്. അതിനാവട്ടെ ആൾക്കാർ, എൻ്റെ കുടുംബങ്ങൾ, അതായത് പ്രത്യേകിച്ച് മാതാപ്പള്ളി താവഴിയിലുള്ള ആൾക്കാർ മാതാപ്പള്ളി കുടുംബ ട്രസ്റ്റ് എന്നു പേരായ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അങ്ങനെ അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം ചോത്രോത്ത് ദേവസ്ഥാനം സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ അമ്പലം വളരെ ജീർണമായിരിക്കുന്ന അവസരത്തിൽ ആണ് കെ കൃഷ്ണൻ നായർ വക്കീൽ പുതിയോട്ടിൽ അദ്ദേഹം ഈ അമ്പലം ഏറ്റെടുക്കുകയും അമ്പലത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഭാഗവത സപ്താഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. വളരെക്കാലം അദ്ദേഹമാണ് അവിടുത്തെ നിത്യനിദാനങ്ങളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളും ഉത്സവമൊക്കെ നിറവേറ്റിയത്. ഇന്നിപ്പോൾ പല കുടുംബക്കാർക്കും ചോത്രോത്ത് അമ്പലം ഏതാണെന്നറിയില്ല. ചോത്രോത്ത് ഭഗവാനാണ് ഞങ്ങളുടെ കുലപരദേവത എന്നറിയില്ല. അതുകൊണ്ട് കുടുംബക്കാർ പലരും അവിടെ എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം പലരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒരുപാട് പണി അവിടെ കിടക്കുന്നുണ്ട്. പലതും 100-400 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച
മരത്തിൻ്റെ പണിത്തരങ്ങൾ പലതും ദ്രവിച്ചു പോയിട്ടുണ്ട്. കഴുക്കോല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റി പണിയേണ്ടതുണ്ട്. ഇനി ഒരുപാട് മരാമത്ത് പണികൾ അവിടെ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ മാതാപ്പള്ളി കുടുംബ ട്രസ്റ്റ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയോട്ടിൽ സുരേഷ് കുമാർ അതിൻ്റെ മേധാവിയായിട്ട് ഇപ്പോൾ വളരെയേറെ ജാഗരൂകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ അമ്പലം കേവലം ഒരാളുടെ ഒരു വ്യക്തിയുടേതല്ല. ഇത് കോമത്ത് തറവാട്ടുകാർ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ അമ്പലവുമായിട്ട് ബന്ധമുണ്ട്. ഈ അമ്പലത്തെ പരിപാലിക്കേണ്ടതും നവീകരിക്കേണ്ടതുമായ ഉത്തരവാദിത്തമുണ്ട്. സർവോപരി ഈ ദേശത്തുള്ള ജനങ്ങൾക്കും ആ ബാധ്യതയുണ്ട്. ഒരു പ്രദേശത്ത് ഭഗവാൻ പരിലസിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹകല പരിസര പ്രദേശങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ തന്നെ സംക്രമിച്ചു കൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഈ അമ്പലം പൂർവാധികം ഭംഗിയോടെ പരിപാലിക്കപ്പെടുമാറാവട്ടെ. അതിനുവേണ്ടി നാം ഓരോരുത്തരും അകമഴിഞ്ഞ് സഹകരിക്കേണ്ടതുണ്ട്.